ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ BFA ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ മോർണിംഗ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാന മുൻകാല ചോദ്യങ്ങളാണ്. ഈവനിംഗ് സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഡേ 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ഡേ 2 ആണ്. മോർണിംഗ് സെക്ഷനിൽ നമ്മൾ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതാ ഈവനിംഗ് സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായ BFA ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പ്രധാന ആനുകാലിക ചോദ്യങ്ങൾ. 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടൻ. 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ്. അപ്പൊ 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരാണ്. ആരൊക്കെയാണ്? മമ്മൂട്ടിയും അതുപോലെ തന്നെ കാർത്തിക് ആര്യൻ. ബോളിവുഡ് നടനായിട്ടുള്ള കാർത്തിക് ആര്യൻ. അദ്ദേഹത്തിന്റെ ഏത് ചിത്രത്തിലൂടെയാണ്? ചന്തു ചാമ്പ്യൻസ് എന്ന ചിത്രത്തിലൂടെ. ചന്തു ചാമ്പ്യൻസ് എന്ന ചിത്രത്തിലൂടെ കാർത്തിക് ആര്യനും ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടിയും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2 പേരാണ്, മമ്മൂട്ടിയും കാർത്തിക് ആര്യനുമാണ്. അപ്പോൾ 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അതും നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമാണല്ലേ. മികച്ച ഗായിക ആരായിരുന്നു? നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയാണ്. വൈക്കം വിജയലക്ഷ്മി ഏത് ചിത്രത്തിലൂടെ? ARM എന്ന ചിത്രത്തിലെ ഗാനത്തിനാണ് മികച്ച ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ വളരെ കൃത്യമായി പഠിച്ചു പോകേണ്ട ഒരു ഭാഗമാണ് 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. അപ്പൊ നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ആ ഒരു ഭാഗം വരും വീഡിയോയിൽ പഠിച്ചു പോവാട്ടോ. അപ്പൊ നോക്കൂ, മികച്ച നടൻ മമ്മൂട്ടിയും കാർത്തിക് ആര്യനുമാണ്. മികച്ച ഗായിക നമ്മുടെ മലയാളത്തിലെ വൈക്കം വിജയലക്ഷ്മിയാണ് 2024 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തില് മികച്ച ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2026 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. 2026 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഏത് രാജ്യമാണ്? അത് സ്പെയിനാണ്. 2026 23ാമത് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത്. ഇനി 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്ക, കാനഡ, മെക്സിക്കോ. PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. മെക്സിക്കോ. ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ചോദിച്ചാൽ അമേരിക്ക, കാനഡ, മെക്സിക്കോ 3 രാജ്യങ്ങളിലായിട്ടാണ് 2026 23ാമത് ഫിഫ ലോകകപ്പ് നടന്നിട്ടുള്ളത്. അപ്പൊ കിരീടം നേടിയിട്ടുള്ളത് സ്പെയിനാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുടെ ചെയർമാൻ സിയാൽ എന്നാണ് നമ്മൾ ഷോർട്ടായി പറയുന്നത്. സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? VD സതീശനാണ്. അതെപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ നിലവിൽ ആരാണ്? VD സതീശനാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനിയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ അത് VD സതീശനാണ്. അപ്പോ VD സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കി പോവാം. അപ്പൊ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് VD സതീശൻ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ്. 2021 മുതൽ 2026 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. VD സതീശൻ. അപ്പോൾ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണ് VD സതീശന്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. 2021 മുതൽ 2026 വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. ഇനി അദ്ദേഹം ഏതു മണ്ഡലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പറവൂർ ആണ്. PSCയിൽ മുൻപ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. പറവൂർ മണ്ഡലമാണ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ചോദിച്ചാൽ അത് പറവൂർ ആണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം കൂടി പഠിച്ചു വെക്കാം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നതാണ്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്നതാണ് VD സതീശന്റെ പൂർണ്ണ രൂപം. 2026 നടന്ന പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച രാജ്യം. 2026 നടന്ന പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച രാജ്യം ഇന്ത്യയാണ്. പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിലെ ജേതാക്കൾ ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെ 270 റൺസിനാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെ 270 റൺസിന് പരാജയപ്പെടുത്തി. 270 റൺസിനാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വേദി ചോദിച്ചാൽ എവിടെയാണ് വേദി? അത് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. എവിടെ? ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് 2026 പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്നിട്ടുള്ളത്. അപ്പോൾ ജേതാക്കൾ ചോദിച്ചാൽ ഇന്ത്യയാണ്. ഇന്ത്യ ഇംഗ്ലണ്ടിനെ 270 റൺസിനാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യയുടെ ക്യാപ്റ്റൻ ചോദിച്ചാൽ അത് ഹർമൻപ്രീത് സിംഗ് ആണ്.
ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഹർമൻപ്രീത് സിംഗ്. അപ്പൊ പഠിച്ചു വെക്കുക, 2026 പ്രഥമ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച രാജ്യം ഇന്ത്യയാണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ് 2026 കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. ഇനി 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ എന്താണ്? ഭാഗ്യചിഹ്നം ഫിന്നിയാണ് ഭാഗ്യചിഹ്നം. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയി നമ്മൾ പഠിച്ചു വെക്കണം, 2026 കോമൺവെൽത്ത് ഗെയിംസിൽ വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയിട്ടുള്ളത് ആരാണ്? അത് ഇന്ത്യയുടെ മീരാഭായ് ചാനു ആണ്. മീരാഭായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയിട്ടുള്ള താരമാണ് മീരാഭായ് ചാനു. 48 കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ താരം ചോദിച്ചാൽ അത് മീരാഭായ് ചാനുവാണ്. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത് ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദാണ്. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി നിയമിതനായത്. അപ്പൊ ഇതാദ്യമാണ് ഒരു ഇന്ത്യക്കാരൻ ലോക ചെസ് ഫെഡറേഷന്റെ പ്രസിഡന്റ് പദവിയിലെത്തുന്നത് എന്നും പഠിച്ചു വെക്കുക. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആൻഡി ബേൺഹാം ആണ്. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ആൻഡി ബേൺഹാം. ബ്രിട്ടന്റെ പുതിയ AI മന്ത്രി ചോദിച്ചാൽ ആരാണ്? AI മന്ത്രി ചോദിച്ചാൽ കനിഷ്ക നാരായണൻ. ബ്രിട്ടന്റെ പുതിയ AI മന്ത്രിയാണ് കനിഷ്ക നാരായണൻ. ബീഹാർ സ്വദേശിയായിട്ടുള്ള കനിഷ്ക നാരായണനാണ് ബ്രിട്ടന്റെ പുതിയ AI മന്ത്രി. ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ആൻഡി ബേൺഹാം ആണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? പ്രഹ്ലാദ് ജോഷിയാണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ ധർമ്മം ശരിയായ രീതിയിൽ പ്രയോഗിച്ചില്ല, അല്ലെ? ധർമ്മം ശരിയായ രീതിയിൽ പ്രയോഗിക്കാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? രാജിവെക്കേണ്ടി വന്നു. ധർമ്മം ശരിയായ രീതിയിൽ പ്രയോഗിച്ചില്ല, രാജിവെക്കേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ രാജിക്ക് വേണ്ടിയിട്ട് വലിയ സമരം തന്നെ നടന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അദ്ദേഹം രാജിവെച്ചപ്പോൾ നമ്മുടെ വലിയ ആഹ്ലാദ പ്രകടനം നടന്നു എന്ന രീതിയിൽ പ്രഹ്ലാദ് ജോഷിയാണ് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അപ്പോ അദ്ദേഹത്തിന്റെ രാജിക്ക് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടിയാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പൊ PSC യിൽ ചോദിച്ചിട്ടുണ്ട്, CJP നിലവിൽ വന്ന വർഷം 2026 മെയ് 16 CJP നിലവിൽ വരുന്നത്. പഠിച്ചു വെക്കുക, 2026 മെയ് 16 CJP നിലവിൽ വന്നിട്ടുള്ളത് 2026 മെയ് 16 ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല നിലവിൽ വരുന്നത്. എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ ആദ്യ AI സർവകലാശാല നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയായ നമോ ഗ്രീൻ ട്രെയിൻ സർവീസ് നടത്തുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി ചോദിച്ചാൽ അത് നമോ ഗ്രീൻ ട്രെയിൻ ആണ്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ആണ് നമോ ഗ്രീൻ ട്രെയിൻ. അപ്പോൾ നമോ ഗ്രീൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ്? ജിദ്ദു മുതൽ സോനിപത്ത് വരെയാണ്. ഹരിയാനയിലെ ജിദ്ദു മുതൽ സോനിപത്ത് വരെ 89 കിലോമീറ്റർ ആണ് നമോ ഗ്രീൻ ട്രെയിൻ സർവീസ് നടത്തുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടിയായ നമോ ഗ്രീൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് ജിദ്ദു മുതൽ സോനിപത്ത് വരെയാണ്, 89 കിലോമീറ്റർ. 2027 ഗ്ലോബൽ AI ഉച്ചകോടിയുടെ വേദി. 2027 ഗ്ലോബൽ AI ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് ജനീവയിൽ വെച്ചിട്ടാണ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചിട്ടാണ് 2027 ഗ്ലോബൽ AI ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത്. ഇന്റലിജൻസ് ബ്യൂറോ IB-യുടെ പുതിയ ഡയറക്ടർ ചോദിച്ചാൽ അത് മഹേഷ് ദീക്ഷിത് ആണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായിട്ടുള്ളത് ആരാണ്? മഹേഷ് ദീക്ഷിത് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ബുദ്ധിശക്തി, അല്ലെ? ഇന്റലിജൻസ് ബുദ്ധിശക്തി കണക്ട് ചെയ്യാം. അപ്പൊ മഹാന്മാർക്ക് നല്ല ബുദ്ധിശക്തിയാണ് എന്നോർത്തു. മഹാൻ എന്നതിൽ നിന്ന് മഹേഷ് എന്ന് കണക്ട് ചെയ്യാലോ. നമുക്ക് ദിശ കാണിച്ചു തരുന്ന മഹാന്മാർക്ക് നല്ല ബുദ്ധിശക്തിയാണ് എന്നോർത്താൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് മഹേഷ് ദീക്ഷിത് ആണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ പുതിയ ഡയറക്ടർ ചോദിച്ചാൽ അത് ഡോക്ടർ UP രാജീവ് ആണ്. നമ്മൾ എങ്ങനെയാ പഠിച്ചിരുന്നത്? വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അപ്പൊ റോക്കറ്റ് പോകുന്നത് എങ്ങനെയാണ്? അപ്പർ, അല്ലെ? അപ്പർ UP എന്ന് കണക്ട് ചെയ്യാം. അപ്പർ എന്നതിൽ നിന്ന് UP കണക്ട് ചെയ്യാലോ. UP രാജീവ് ആണ് നിലവിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ. 2026 ഭരത് മുരളി പുരസ്കാര ജേതാവ്. 2026 ഭരത് മുരളി പുരസ്കാര
ജേതാവ് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. 2026 ഭരത് മുരളി പുരസ്കാര ജേതാവ് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2026 ഭരത് ഗോപി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ലാലു അലക്സ് ആണ്. മാറിപ്പോവരുത്. ഭരത് മുരളി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഭരത് ഗോപി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ലാലു അലക്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്